ദൈവനാമം മഹത്വപ്പെടട്ടെ. ഡിവൈൻ ഗൈഡൻസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പുതിയ മാസത്തിന്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഈ പുതിയ മാസം ദൈവകൃപയാൽ ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിവൈൻ ഗൈഡൻസിന്റെ പ്രവർത്തനങ്ങളെയും ഞങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കുവാൻ ഓർമ്മിപ്പിക്കട്ടെ. ധ്യാനത്തിന് നിങ്ങൾക്കായി ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. യേശു കുഞ്ഞിനെ കുറിച്ചുള്ള ജനന സന്തോഷ വർത്തമാനം ദൂതൻ ഇടയന്മാരെ അറിയിക്കുകയും ശേഷം സ്വർഗീയ ദൂതഗണങ്ങൾ ഒരുമിച്ച് താണിറങ്ങി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ അനുഭവം കാണുകയും അവരെ വിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങുന്ന ദൂതന്മാരുടെ ആ ഒരു മടക്കയാത്ര ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇടയന്മാർ തമ്മിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം നമുക്ക് കാണണം. അവർ അടുത്ത നിമിഷം തന്നെ ബേത്ലഹേമിലെ ആ പശുത്തൊട്ടിയിലേക്ക് അവർക്ക് കൊടുത്ത അടയാളങ്ങളെ അവർ യാത്രയ്ക്കുള്ള മുഖാന്തരങ്ങളാക്കി, യേശു കുഞ്ഞിനെ കണ്ടെത്തുന്നതിനുള്ള ഉപാധികളാക്കി അവർ യാത്ര ചെയ്യുന്നു. തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ബന്ധപ്പെട്ടു ചെന്നു എന്നാണ്. ബന്ധപ്പെട്ടു ചെന്നു. നാളത്തേക്കായി മാറ്റിവെക്കുന്നില്ല, നേരം പുലരട്ടെ എന്ന് കാത്തിരിക്കുന്നില്ല. അപ്പോൾ തന്നെ ബന്ധപ്പെട്ട് തങ്ങൾക്കുള്ളതിനെയൊക്കെ കാത്ത് സൂക്ഷിച്ചു കൊണ്ടിരുന്ന മറ്റ് ആ ഒരു അനുഭവത്തെ, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർ മേയിച്ചു കൊണ്ടിരുന്ന ആട്ടിൻകുട്ടികൾ, ഒരുപക്ഷെ അതിനെയൊക്കെ വിട്ടിട്ടാകണം ബന്ധപ്പെട്ട് ബേത്ലഹേമിലെ ആ പുൽത്തൊട്ടിയിലേക്ക് പോകുവാൻ അവർ ധൃതി വയ്ക്കുകയാണ്. ദൈവവിഷയ സംബന്ധമായി പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എപ്രകാരമാണ്? ആലയത്തിലെ ആരാധനകളിൽ, തിരുവചന ധ്യാനത്തിൽ, പ്രാർത്ഥനകളിൽ എത്രമാത്രം തീവ്രമായ ഒരു ആഗ്രഹം, ബദ്ധപ്പാട് നമുക്കുണ്ട് എന്ന് ചിന്തിക്കണം. ഈ ലോകപരമായ ചില കാര്യങ്ങളോ ആവശ്യങ്ങളോ നടത്തിയെടുക്കുന്നതിന് വേണ്ടി, ചില പ്രത്യേകമായ വിശേഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ബദ്ധപ്പാടോടുകൂടെ ഒരുങ്ങുന്നു, യാത്ര തിരിക്കുന്നു, പുറപ്പെടുന്നു, എത്തിച്ചേരുവാൻ ശ്രമിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ ഏറെ അലസതയും ഉദാസീനതയും കാട്ടുന്നത് ദൈവവിഷയമായ കാര്യങ്ങളിലാണ്, ആരാധനപരമായ കാര്യങ്ങളിലാണ്. നമുക്ക് ഈ മാസം ഈ ഒരു അലസ സ്വഭാവത്തെ, ദൈവവിഷയ സംബന്ധമായിട്ട് നമുക്കുണ്ടായിരിക്കുന്ന ഉദാസീനതകളെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിയണം. 42-ാമത്തെ സങ്കീർത്തനം ഭംഗിയായി ഭക്തൻ പാടുന്നത് ഇങ്ങനെയാണ്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ, ഈ ഒരു ദാഹം, ഈ ഒരു ആഗ്രഹം, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അത് നമുക്കുണ്ടോ എന്ന് നമുക്ക് സ്വയം ശോധന ചെയ്യാം. അതില്ല എങ്കിൽ ആ ദാഹം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രവൃത്തി, ആ ഒരു പ്രേരണ ദൈവം നമുക്ക് നൽകേണ്ടുന്നതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പുതിയ മാസം അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ. ദൈവവിഷയ സംബന്ധമായ കാര്യങ്ങൾക്ക് ദാഹമുള്ളവരായി, ബദ്ധപ്പാടുള്ളവരായി, തീവ്രമായ ആഗ്രഹമുള്ളവരായി നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.